കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ കിമ്മും ലീയെ കുറിച്ചുള്ള പഴയ മെമ്മറീസ് കലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവന് ഫ്രണ്ട് നിൽക്കുന്നത്. ഇത് കണ്ടതോടെ നമ്മുടെ കിമ്മും പേടിച്ചിരിക്കുമ്പോഴാണ് ലീയും പറയുന്നത്, ആ കിം ഇന്ന് വൈകിട്ടത്തേക്കുള്ള മീറ്റിംഗ് എല്ലാം ക്യാൻസൽ ചെയ്ത്, അതുകൊണ്ട് നീ നേരത്തെ വീട്ടിൽ പോയിക്കോ എന്ന് അവനും പറഞ്ഞിട്ട് അകത്തേക്ക് പോകുമ്പോഴാണ് ഇത് കേട്ടതോടെ അവൾ സന്തോഷപ്പെടും. അതിനുശേഷം നമ്മുടെ ലീ അവിടെ നിന്ന് നേരെ പാർക്കിനെ കാണാൻ പോയിട്ട്, എടാ പാർക്ക്, എനിക്ക് എങ്ങനെ ആ കിമ്മിനെ തടയണമെന്ന് ഒരു പിടിയില്ല. അവൾ എന്റെ കമ്പനിയിൽ നിന്ന് പുറത്തു പോകണമെന്ന് സ്ട്രോങ് ആയിട്ടിരിക്കുക. ഇനിയിപ്പോ ഞാൻ എന്തോ ചെയ്യണ്ട എന്ന് അവനും ചോദിക്കുമ്പോൾ പാർക്കും, എടാ അതിന് എന്റെ ഒരു നല്ല ഐഡിയ ഉണ്ട്, പക്ഷെ ആദ്യം നീ എനിക്കൊരു ബഹുമാനം തരണം. നിനക്ക് ബഹുമാനം കുറച്ച് കുറവാ, എന്തേ നോക്കട്ടെ, എന്നെ റെസ്പെക്ട് ചെയ്താ എന്ന് അവനും ചോദിക്കുമ്പോഴാണ് പെട്ടെന്ന് അവനും ദേഷ്യപ്പെട്ട് കത്തിയെടുത്ത് ഇങ്ങനെ അണിയുന്നത്. ഇത് കണ്ടോടെ അവനും ഓക്കെ ബഹുമാനം എനിക്ക് ഇഷ്ടപ്പെട്ട്, ഇനി ഞാൻ പറയുന്നേക്ക്, ഞാൻ വിചാരിക്കുന്നു നീ അവളെ പ്രൊപ്പോസ് ചെയ്തിട്ടും അവൾ നിനക്ക് ഒരു റിയാക്ഷൻ തന്നില്ലെങ്കിൽ നിന്റെ ഭാഗത്ത് എന്തോ തെറ്റുണ്ട്. അതുകൊണ്ട് നീ ഇന്നെങ്കിലും അവൾ എപ്പോഴും സന്തോഷത്തോടെ ജീവിക്കാൻ ഹെൽപ്പ് ചെയ്യും. കൂടാതെ ഇടയ്ക്ക് ഒന്ന് രണ്ട് ഡേറ്റിനെ കുറിച്ചുണ്ടോ, എന്നാലല്ലേ റൊമാൻസ് ഒക്കെ സെറ്റ് ആകത്തുള്ളൂ എന്ന് അവനെ ഐഡിയ എടുക്കുമ്പോഴാണ് ഇത് കേട്ട് ലീയും ഓക്കെ നിന്റെ ഐഡിയ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് അവനും തിരിച്ച് കമ്പനിയിലേക്ക് പോകാൻ നോക്കും. അങ്ങനെ അതേസമയം നമ്മുടെ കിം ഇന്ന് വൈകിട്ടത്തെ മീറ്റിംഗ് ക്യാൻസൽ ആയതുകൊണ്ട് എല്ലാവരും കൂടെ പുറത്ത് ഫുഡ് അടിക്കാന്ന് എൻജോയ് ചെയ്ത് ഡാൻസ് കളിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് കറക്റ്റ് അതേസമയം നമ്മുടെ ലീ അവിടെ വന്നതോടെ ഇവരെല്ലാരും ഒന്നും ചെയ്യാത്ത പോലെ സൈലന്റ് ആയിട്ട് വർക്ക് ചെയ്യും. അതിനുശേഷം വർക്കെല്ലാം കഴിഞ്ഞ് ഇവരെല്ലാം പുറത്ത് ഇങ്ങനെ എൻജോയ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ജിയ അവിടെ ഫുഡ് കട്ട് ചെയ്യാൻ പോലും അറിയാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഇത് കണ്ടാ സാറേയും, ഓ ജിയ, ഇതുപോലെ നിനക്ക് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ നീ എങ്ങനെയാണോ മിസ്റ്റർ ലീക്ക് വേണ്ടി നീ സെക്രട്ടറി ആകാൻ പോകുന്നത് എന്നിന് അവള് തന്നെ ആ ജോലി ആയിട്ട് എടുത്ത് എല്ലാവർക്കും ഇങ്ങനെ ഫുഡ് കൊടുത്തോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ടാ ജിയായും, ഓ സാറാ, നിങ്ങൾക്ക് എല്ലാ കാര്യം അറിയാലേ, നിങ്ങളെ കാണാൻ ലുക്ക്, ഞാൻ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്നിന് അവളും കുറെ ഫോട്ടോ ഇങ്ങനെ എടുത്തോണ്ടിരിക്കും. കാരണം ഈ ജിയയ്ക്ക് ആകെ അറിയുന്ന ഫോട്ടോ എടുക്കാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ സാറേ എല്ലാവർക്കും ഫുഡ് സെർവ് ചെയ്യുമ്പോഴാണ് ഇത് കണ്ട് കിമ്മും അവൾക്ക് താങ്ക്സ് പറയും. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത്, ഇപ്പൊ നിങ്ങൾ എന്നെ ജോലിക്കാരിയാക്കിയ എന്നിന് അവള് നാണം കെട്ട് ഇവരെല്ലാം കൂടി ഡ്രിങ്ക്സ് അടിച്ചോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ഡ്രിങ്ക്സ് നമ്മുടെ സെറയുടെ ദേഹത്ത് വീഴും. അങ്ങനെ ഇത് കണ്ട് നമ്മുടെ കിം തുടയ്ക്കാൻ വരുമ്പം അവളുടെ കാലം അവിടെ അടിക്കും. അപ്പോഴാണ് ഇതേ കണ്ട് അവിടെ ഉള്ളമാരും എനിക്കെന്തോ ഡൗട്ട് അടിക്കുന്നു, ഇതെല്ലാം ഒരു സിഗ്നലാന്ന് തോന്നുന്നു, എന്തോ ഇവിടെ മോശമായിട്ട് നടക്കാൻ പോവാ എന്നിന് ഇവരെല്ലാം നെർവസ് ആയിട്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അതേ സ്ഥലത്ത് നമ്മുടെ ലീ എൻട്രി കാണിക്കുന്നത്. ഇത് കണ്ടോടെ ഇവരെല്ലാം പേടിച്ച്, ബോസ് നിങ്ങളെന്ത് ഇവിടെ എന്നിന് അവർ ചോദിക്കാമ്പോഴാണ് നമ്മുടെ ലീയും, അതൊന്നുമില്ല, നിങ്ങളൊക്കെ പുറത്ത് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ വന്ന ഞാൻ അറിഞ്ഞായിരുന്നു, അതാ ഞാനും കമ്പനി കൊടുക്കാന്ന് വിചാരിച്ച് എന്നിന് അവരുടെ കൂടെ ഇരുന്ന് അവന് സംസാരിക്കാൻ തുടങ്ങും. അങ്ങനെ നമ്മുടെ ലീയും ബിസിനസിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ഇത് കണ്ട് അവരെല്ലാരും കൂടെ ബോറടിച്ച് മൂടി അവൻ പറയുന്നതെല്ലാം ചുമ്മാ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് മനസ്സിലാക്കിയും, മിസ്റ്റർ ലീ, നമ്മളെല്ലാരും ഇവിടെ എൻജോയ് ചെയ്യാനാ വന്നേക്കുന്നത്, നിങ്ങൾ ഈ സമയത്തെങ്കിലും ബിസിനസിനെ കുറിച്ച് സംസാരിക്കാരി, അവരുടെയൊക്കെ ഫേസ് കണ്ടില്ല എന്നിന് അവള് നമ്മുടെ ലീയെ പറഞ്ഞ് മനസ്സിലാക്കും. അതിനുശേഷം എല്ലാരും ബോറടിക്കുന്നുണ്ട്, ഒരു ഗെയിം കളിക്കാൻ റെഡി ആകുമ്പോഴാണ് ആ ഗെയിമിനകത്ത് ആർക്ക് നേരെയാണ് ബോട്ടിൽ വരുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാളിനെ കുറിച്ച് പോസിറ്റീവായിട്ട് കുറെ പറയണം. അങ്ങനെ ആദ്യം ബോട്ടിൽ ഇറക്കുമ്പോൾ നമ്മുടെ ജിയെ നോക്കി വരും. അപ്പോഴാണ് അവളും, ഞാൻ പറയാൻ പോകുന്നത് സെക്രട്ടറി കിമ്മിനെ കുറിച്ചാണ്, കാരണം എനിക്ക് ഈ സെക്രട്ടറി ജോലിയെ കുറിച്ച് ഒന്നും അറിയത്തില്ല, പക്ഷെ അവരെന്നെ കുറെ ഹെൽപ്പ് ചെയ്ത്, അതുകൊണ്ട് അവരാണ് എനിക്ക് തരുന്ന പോസിറ്റീവ് വൈബ്സ് എന്നിനെ കിമ്മിനെ കുറിച്ച് പൊക്കി പറയും. അതേസമയം ബാക്കി എല്ലാവരുടെയും ടേൺ വരുമ്പം അവരൊക്കെ നമ്മുടെ ലീയെ കുറിച്ച് അറിയാനുണ്ട്. എല്ലാരും നമ്മുടെ ലീയെ പൊക്കി പറയുന്നത്, ബോസ് നിങ്ങളാണ് സൂപ്പർ പെർഫെക്റ്റ്, ഞങ്ങളുടെയൊക്കെ പോസിറ്റീവ് വൈബ്സ് നിങ്ങളാ എന്നിനെ എല്ലാരും നമ്മുടെ ലീയെ കുറിച്ച് പൊക്കി പറയുമ്പം ഇത് കേട്ടതോടെ അവനും മൊത്തത്തിൽ സന്തോഷമാകും. അപ്പോഴാണ് അവസാനം നമ്മുടെ കിം മാത്രം പറയാതിരിക്കുന്നിട്ട് ലീയും ചോദിക്കും, കിം നിനക്ക് ആരെയും കുറിച്ചും പറയല്ല എന്നിനെ അവനെ പൊക്കി പറയാൻ വേണ്ടി ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് കിമ്മും, ഞാൻ എന്നെ കുറിച്ച് തന്നെ പറയാൻ പോകുന്നത്, കാരണം ഇത്രയും കാലം ഈ സെക്രട്ടറി ജോലി ഞാൻ ചെയ്ത് തന്നെ ഒരു വലിയ ഭാഗ്യ, എങ്ങനെയൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് ഈ ജോലിയെല്ലാം ചെയ്ത് എന്നിനെ സ്വയം പൊക്കുമ്പം ഇത് കേൾക്കുന്ന നമ്മുടെ ലീക്കും വലിയ നാണക്കേടായി പോകും. കാരണം അവൻ ആഗ്രഹിച്ചത് അവൾ അവനെ കുറിച്ച് പൊക്കി പറയുന്നതാണ്. അതിനുശേഷം ഇവരെല്ലാരും കൂടെ പുറത്തുപോയി പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്തിരിക്കുമ്പോഴാണ് നമ്മുടെ ലീ ആ ചാൻസ് യൂസ് ചെയ്ത് കിമ്മിനെ എങ്ങനെയൊക്കെ അവന്റെ സെക്രട്ടറി ആക്കാൻ നോക്കും. പക്ഷെ അതൊന്നും ഏക്കത്തില്ല. അപ്പോഴാണ് അതേസമയം ഫുൾ ഫിറ്റ് ആയിരിക്കുന്ന നമ്മുടെ സെറയെ മൈക്ക് എടുത്തിട്ട്, മിസ്റ്റർ ലീ, കിമ്മിന് ശേഷം ഞാൻ വിചാരിച്ച് ഞാനായിരിക്കും നിങ്ങൾക്ക് ചേരുന്ന ഒരു പെർഫെക്റ്റ് സെക്രട്ടറി എന്ന്, പക്ഷെ എന്നെ വിട്ടിട്ട് നിങ്ങൾ പുതിയ ആളെ സെലക്ട് ചെയ്തില്ല, ഇതൊരിക്കലും ഞാൻ അനുവദിക്കത്തില്ല എന്നിന് അവള് ലീയെ നോക്കി ദേഷ്യപ്പെടുമ്പം ഇതൊക്കെ കണ്ട് അവന്മാരിങ്ങനെ തടയാൻ നോക്കും. അപ്പോഴാണ് ഒരു സിറ്റുവേഷൻ അവൾ അടിയുണ്ടാക്കി തന്നെ നമ്മുടെ ലീയുടെ മടി ചെന്നങ്ങ് വീഴും. ഇത് കണ്ടിട്ട് നമ്മുടെ ലീ ഒന്നും പറയാതെ അവന് സൈലന്റ് ആയിട്ടിരിക്കും. അതിനുശേഷം ഈ പാർട്ടി എല്ലാം കഴിഞ്ഞിട്ട് ഇവെല്ലാം തിരിച്ച് വീട്ടിൽ പോകുമ്പോഴാണ് നമ്മുടെ ലീയും അവളോട് പറയുന്നത്, കിം നീ എന്നെ കണ്ടില്ല, ഇന്ന് ഞാൻ എത്രയും കാൾമായിരുന്നു, ആരോടെങ്കിലും ഞാൻ ദേഷ്യപ്പെട്ടോ, നിന്നോട് ഞാൻ കുറെ സ്വീറ്റ് ആയിട്ട് സംസാരിക്കുന്നത്, അതുകൊണ്ട് നീ പേടിക്കണ്ട, ഇനി തൊട്ട് ഞാൻ നിന്നെ വഴക്കുറയത്തില്ല, എപ്പോഴും ഇങ്ങനെ സ്വീറ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമുക്ക് സ്വീറ്റ് ആയിട്ട് ഒരു ഡേറ്റിന് പോയാലോ ഇതിന് അവൻ ചോദിച്ചോടെ ഇത് കേട്ട് പെട്ടെന്ന് അവൻ ടെൻഷനായി, ഓ മിസ്റ്റർ ലീ, നമ്മൾ തമ്മിൽ ഒരു മാച്ചും ഇല്ല, എന്റെ ലൈഫ് പാർട്ട്ണർ എപ്പോഴും എന്നെ കുറിച്ച് കെയർ ചെയ്യുന്നതായിരിക്കണം, അത് നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല എന്നിന് അവളും പറഞ്ഞിട്ട് അകത്തേക്ക് പോകും. അതിനുശേഷം കിമ്മും നമ്മുടെ ലീ ഇങ്ങനെ പെട്ടെന്ന് പ്രൊപ്പോസും ഡേറ്റ് എന്നൊക്കെ പറഞ്ഞാലോചിച്ച് അവളിങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോഴാണ് നമ്മുടെ ലീ അവൻ പോകാതെ അവിടെ തന്നെ നിൽക്കുന്നത്. അങ്ങനെ വീണ്ടും നമ്മുടെ കിം പറഞ്ഞു കേട്ട് ഫോൺ അടിക്കുമ്പോഴാണ് നമ്മുടെ കിം ഫോൺ എടുക്കത്തില്ല. അപ്പോഴാണ് അവന് മെസ്സേജ് അയക്കുന്നത്, കിം നമ്മൾ തമ്മിൽ പെർഫെക്റ്റ് അല്ലെന്ന് നീ എന്തുകൊണ്ടാ പറയുന്നത് എന്നിന് അവനും ചോദിക്കുമ്പോൾ അവള് റിപ്ലൈ ചെയ്യും, മിസ്റ്റർ ലീ, നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്ത് ഇത്രയും വർഷത്തിൽ എനിക്ക് ഒരു സെക്കൻഡ് പോലും ഫ്രീ സമയം എന്ന് പറഞ്ഞ് കിട്ടിയിട്ടേ ഇല്ല, എപ്പം നോക്കിയാലും എന്റെ തല എല്ലാ ജോലി ഏറ്റെടുത്തേക്കുക, പോരാത്തിന് എപ്പോഴും എല്ലാത്തിനും പെർഫെക്റ്റ് മാത്രമേ ഉള്ളൂ എന്നിന് അവളും ടൈപ്പ് ചെയ്യുമ്പോൾ ഇത് കണ്ടിട്ട് ലീയും, കിം അതിന് നീ എന്നോട് ഒരു തവണെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിന്നെ കൊണ്ട് ഇത്രയും വർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന്, അതുകൊണ്ടല്ലേ നിന്നെ കൊണ്ട് പറ്റുമെന്ന് ഞാൻ ഒന്നും ചോദിക്കാതെ കുറെ വർക്ക്സ് തരുന്നത് എന്നിന് അവന്റെ ഭാഗത്തുള്ള റീസൺ ഒക്കെ പറയുമ്പോഴാണ് ഇത് കേട്ട് അവസാനം അവളും, എന്തായാലും മിസ്റ്റർ ലീ നിങ്ങളൊരു സെൽഫിഷാ, എപ്പോഴും നിങ്ങളെ കുറിച്ച് മാത്രം ഇങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കണം,
നിങ്ങൾ മറ്റുള്ളവരെ കെയറും ചെയ്യത്തില്ല, അങ്ങനത്തെ സെൽഫിഷ് ക്യാരക്ടറിനെ ഞാൻ ഒരിക്കലും സ്നേഹിക്കത്തില്ല എന്ന് അവളും പറയുമ്പോഴാണ് അതേ സമയത്ത് അവളുടെ സിസ്റ്റർ ഇങ്ങനെ മെസ്സേജ് അയച്ചോണ്ടിരിക്കും. അങ്ങനെ അത് കാരണം അവൾക്കൊരു ഹാർട്ടിന്റെ മെസ്സേജ് അയക്കുന്ന വരം നമ്മുടെ ലീക്ക് അയച്ചു കൊടുക്കും. അപ്പോഴാണ് ലീ ഇത് കണ്ടിട്ട് അവസാനം അവനും പറയും സെക്രട്ടറിക്കും ഞാൻ മറ്റുള്ളവരെ കുറിച്ച് കെയർ ചെയ്യത്തില്ലെന്ന് എന്റെ ബ്രദറും നീയും പറയല്ലേ എന്നിട്ട് അവന് അവസാനമായിട്ട് മെസ്സേജ് അയച്ചിട്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഈ മെസ്സേജ് കണ്ടിട്ട് നമ്മുടെ കിമ്മും പെട്ടെന്ന് ഞെട്ടുന്നത്. കാരണം അവളുടെ സിസ്റ്ററിനെ വരം ആ ഹാർട്ട് സൈൻ അവൻ അയച്ചേക്കുന്ന കാണും. അതേസമയം വീട്ടിൽ പോയി ലീയും അവൾ അയച്ചേക്കുന്ന ഹാർട്ട് സൈൻ കണ്ടിട്ട് ഓ ഇത്രയും വലിയ കാര്യം ഡിസ്കസ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് അവൾ നിന്നെ ഹാർട്ട് സൈൻ അയച്ച എന്നിട്ട് അവനും ഒന്നും മനസ്സിലാതെ കിടക്കാൻ പോകും. അപ്പോഴാണ് അന്ന് രാത്രി പെട്ടെന്ന് അവനൊരു സ്വപ്നം വരുന്നത്. അതായത് ഒരു ലേഡി ഒരു സൂട്ട് കേസ് ആയിട്ട് ഒരു ബിൽഡിംഗിന്റെ അടുത്തേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കും. ഇതോടെ പെട്ടെന്ന് അവൻ നെറ്റ് ചെയ്തിട്ട് നോക്കുമ്പോഴാണ് അവന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നേക്കുന്നത്. ഇവിടെ ഞാൻ എത്ര കഷ്ടപ്പെടാണ്ടിരിക്കുക, പക്ഷെ നീ സമാധാനത്തിൽ കിടന്നുറങ്ങുമല്ലേ എന്നിന് ആ മെസ്സേജ് ഉണ്ട്. നമ്മുടെ ലീയും കൺഫ്യൂസ് ആയിരിക്കും. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ലീയും കമ്പനിക്ക് പോകാൻ വേണ്ടി സ്വന്തമായിട്ട് ടൈ ഇടാൻ നോക്കുമ്പോഴാണ് അവന് പണ്ട് നമ്മുടെ സെക്രട്ടറിക്കും ടൈ ഇട്ട് കൊടുത്തേക്ക് അവന് ഓർമ്മ വരുന്നത്. അതോടെ അവനും പെട്ടെന്ന് ദേഷ്യത്തി ആ ടൈ എടുത്ത് മാറ്റി വെച്ച് അതില്ലാതെ തന്നെ കമ്പനിയിലേക്ക് പോകും. അപ്പോഴാണ് അവനെ കണ്ട് കിമ്മും പെട്ടെന്നൊരു ടൈ ആയിട്ട് അകത്തേക്ക് ചെല്ലും. അപ്പോഴാണ് അവനും ദേഷ്യപ്പെട്ട് സെക്രട്ടറിക്കും എനിക്ക് ടൈന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ കുറെ ആലോചിച്ച് നോക്കി, എനിക്ക് വേണ്ടത് നിന്നെ പോലത്തെ ഒരു സെക്രട്ടറിയാ. കാരണം നീ പറഞ്ഞാൽ ഞാൻ സെൽഫിഷ് അല്ല, അതുകൊണ്ട് നിന്നെ പോലെ തന്നെ ഇപ്പം വന്ന പുതിയ സെക്രട്ടറിനെ എല്ലാവർക്കും പഠിപ്പിച്ച ശേഷം നീ ഇവിടെ നിന്ന് പോയാൽ മതി ഏതിനെ അവളെ പറഞ്ഞ് പുറത്താക്കും. അങ്ങനെ അതിനുശേഷം നമ്മുടെ ലീ അകത്തിരുന്ന സെക്രട്ടറി വിളിക്കുമ്പോഴാണ് ഇത് കേട്ട് നമ്മുടെ കിം അകത്തേക്ക് കയറി ചെല്ലുന്നത്. അപ്പോഴാണ് അവനും പറയുന്നത് കിം നിങ്ങൾ മറന്നുവെന്ന് തോന്നുന്നു, ഇപ്പൊ സെക്രട്ടറി നിങ്ങളല്ല, ആ പുതിയ പെണ്ണിനെ വരാൻ പറ എന്നിനെ മനഃപൂർവ്വം അവൾ അവോയ്ഡ് ചെയ്തോണ്ടിരിക്കും. അതിനുശേഷം കിമ്മും പുറത്തേക്ക് വന്നിട്ട് ജിയ അകത്തേക്ക് പറഞ്ഞേക്കുമ്പോഴാണ് നമ്മുടെ ലീയും പറയുന്നത് ജിയ നിന്റെ ജോലി എന്ന് വെച്ചാൽ നീ ഒന്നും ചെയ്യണ്ട, ഇവിടെ ചുമ്മാ കുറച്ച് സമയം എന്റെ കൂടെ സംസാരിച്ചോണ്ടിരുന്നാൽ മതി എന്നിന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് ജിയയും ഓ ആക്ടിങ് സാർ എനിക്കത് നല്ലോണം വരും എന്നിന് ഇവരുടെ അകത്തിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. നമ്മുടെ കിം ചെറുതായിട്ട് ജലസ് ആകും. അപ്പോഴാണ് ഇത് മനസ്സിലാക്കി നമ്മുടെ ലീ പെട്ടെന്ന് ആ വിൻഡോസ് എല്ലാം ഇങ്ങനെ ക്ലോസ് ചെയ്യുന്നത്. അതിനുശേഷം അന്ന് രാത്രി കിം അവളുടെ ഫ്രണ്ട്സ് കൂടെ റെസ്റ്റോറന്റിൽ നിന്ന് ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടുത്തെ സ്റ്റാഫും വന്നിട്ട് കുറച്ച് ഫോംസ് അവരുടെ കൊടുത്തിട്ട് പറയും മേഡം ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തോന്ന് വെച്ചാൽ അതിനകത്ത് ഫില്ല് ചെയ്യും, ഇതിനനുസരിച്ച് ഞങ്ങൾ ഒരു ഓഫർ തരും. ഏതിന് ആ ലേഡിയും പറഞ്ഞിട്ട് പോകുമ്പോഴാണ് ഈ ക്വസ്റ്റിനെ കാണുന്ന നമ്മുടെ കിമ്മിനും ചെറിയ ഡൗട്ട് അടിക്കുന്നത്. കാരണം അതിനകത്ത് അവൾക്ക് ഇഷ്ടപ്പെട്ട എന്തുവാന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പ്രിന്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണക്കാണ് അത് കാണുന്നത്. കാരണം ഇന്നൊരു ദിവസം ഈ റെസ്റ്റോറന്റ് മൊത്തം നമ്മുടെ ലീ ബുക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. അങ്ങനെ കിമ്മിന് ഇഷ്ടപ്പെട്ട എന്തോന്ന് അറിയാൻ വേണ്ടിയാണ് അവൻ ഈ സ്റ്റാഫിനോട് പറഞ്ഞ് ഇങ്ങനെ ഈ ഫോം കൊടുത്തത്. അതിനുശേഷം കിമ്മും ആ ഫോമെല്ലാം ഫില്ലപ്പ് ചെയ്ത് ആ സ്റ്റാഫിനോട് കൊടുക്കുമ്പോഴാണ് അവരും ഡയറക്റ്റ് ഇത് നമ്മുടെ ലീ അറിയിക്കും. അങ്ങനെ അവന് പാർക്കിനെ കൊണ്ട് നമ്മുടെ കിമ്മിനെ വിളിപ്പിച്ച് അവളെ നേരെ അമ്യൂസ്മെന്റ് പാർക്കിൽ വരാൻ പറയും. അങ്ങനെ ഇതും കേട്ട് നമ്മുടെ കിം അവിടേക്ക് പോകുമ്പോഴാണ് പെട്ടെന്ന് അവിടുത്തെ ലൈറ്റ് സെറ്റപ്പ് എല്ലാം ഓൺ ആയി നമ്മുടെ ലീ എൻട്രി കാണിക്കുന്നത്. ഇതോടെ അവളും മൊത്തത്തിൽ ഷോക്കായി. മിസ്റ്റർ ലീ നിങ്ങൾ എന്ത് ഇവിടെ എന്നെ പാർക്കല്ലേ ഇവിടെ വരാൻ പറഞ്ഞു എന്നിന് അവൾ വയ്ക്കുമ്പോഴാണ് ലീയും ഓ അതൊന്നുമില്ല കിം, ഞാൻ വിളിച്ചത് നീ കുറച്ച് അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും, അതുകൊണ്ടാണ് ഞാൻ അവനെ കൊണ്ട് വിളിപ്പിച്ചത്, എങ്ങനെയുണ്ട് ഈ സെറ്റപ്പ് ഒക്കെ എന്നിന് അവനും ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട അവളും മിസ്റ്റർ ലീ നിങ്ങൾ എന്നെ എന്തിനാ ഇവിടെ വിളിച്ചത് എന്നിന് അവൾ വയ്ക്കുമ്പോൾ അവനും അതൊക്കെ നമുക്ക് പതിയെ പറയാം, ഫസ്റ്റ് നമുക്ക് ഏത് റൈഡ് പോകണം, റോളർ കോസ്റ്റ് പോയാലോ എന്നിന് ആദ്യം അവളെയും വിളിച്ചിട്ട് റോളർ കോസ്റ്റിൽ പോകും. അങ്ങനെ നമ്മുടെ കിം പേടിച്ചു പറിച്ചാലും നമ്മുടെ ലീ മാത്രം കൂളായിട്ട് ഇങ്ങനെ വരും. അപ്പോഴാണ് അവനും ചോദിക്കുന്നത് കിം നിനക്ക് ഈ റോളർ കോസ്റ്റിൽ പോകാൻ പേടിയാണെങ്കിൽ പിന്നെ തന്നെ വന്ന് എന്നിന് അവൻ ചോദിക്കും. കാരണം അവൾക്ക് റോളർ കോസ്റ്റിൽ പോകാൻ ഇഷ്ടമെന്ന് ആ പേപ്പർ എഴുതി വെച്ചാണ് ഇവൻ ഇപ്പൊ വിളിച്ചോണ്ടോയത്. അപ്പോഴാണ് അവളും മിസ്റ്റർ ലീ നിങ്ങളല്ലേ എന്നെ വിളിച്ചോണ്ടോയ എന്നിട്ട് എന്നോട് ഇങ്ങനെ ചോദിച്ച എങ്ങനെ, പിന്നെ നിങ്ങൾക്ക് പേടിയൊന്നുമില്ല എന്നിന് അവൾ ചോദിക്കുമ്പോഴാണ് ലീയും ഓ എനിക്ക് പേടിയോ, കൊച്ചിലെ തൊട്ടേ ഞാൻ എപ്പോഴും പെർഫെക്റ്റാ, ഞാൻ ഒന്നിനും പേടിക്കത്തില്ല എന്നിനെ വീണ്ടും സ്വയം പൊക്കുമ്പോൾ ഇത് കേട്ട് അവള് സഹിക്കാൻ പറ്റാതെ ഓക്കെ എങ്കിൽ പിന്നെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട റൈഡ് ഞാൻ പോട്ട് എന്നിന് അവളുള്ള പാർക്കിലൊക്കെ അവള് റൈഡ് ചെയ്ത് ഇങ്ങനെ എൻജോയ് ചെയ്തോണ്ടിരിക്കും. അതിനുശേഷം ഇവര് അടുത്തുള്ള റെസ്റ്റോറന്റിൽ ഫുഡ് കഴിക്കുമ്പോഴാണ് നമ്മുടെ കിമ്മും പറയുന്നത് മിസ്റ്റർ ലീ നിങ്ങൾ നേരത്തെ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്ന കാര്യം പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ ഒരു നല്ല ഡ്രസ്സ് ഇട്ടേനെ എന്നിന് അവൾ പറയുമ്പോഴാണ് അവനും ഓക്കെയും അതിനൊന്നും ആവശ്യമില്ല, ഇന്ന് ഈ റെസ്റ്റോറന്റ് മൊത്തം ഞാൻ ബുക്ക് ചെയ്തേക്കുക, അതുകൊണ്ട് ഇവിടെ നിന്ന് ആരും വരത്തില്ല, ഇത് തന്നെ നല്ല ഡ്രസ്സാ എന്നിന് അവനും പറയുമ്പം ഇത് കേട്ട് അവള് ഷോക്കായിട്ട് എന്തിനാ ഇത്രയും ചെലവൊക്കെ എന്നിന് അവൾ ചോദിക്കും. അപ്പോഴാണ് അവനും കിം ഇനി തൊട്ട് നീ എന്റെ സെക്രട്ടറിയായിട്ട് ജോലി ചെയ്യത്തില്ലല്ലോ, അതുകൊണ്ട് ഇത് നമ്മുടെ ഫെയർവെൽ പാർട്ടി ആയിട്ട് കൂട്ടിക്കോ എന്നിന് അവനും പറയുമ്പം ഇത് കേട്ട് അവളും ചെറുതായിട്ട് ഇമോഷണൽ ആയിട്ട് മിസ്റ്റർ ലീ നിങ്ങൾക്കൊരു കാര്യം അറിയാം, ഈ അമ്യൂസ്മെന്റ് പാർക്കിന്റെ അവിടെ ആയിരുന്നു ഞങ്ങൾ ഫാമിലി ആയിട്ട് പണ്ട് ഇവിടെ ജീവിച്ചത്, അപ്പൊ എനിക്ക് 5 വയസ്സുള്ളായിരുന്നു, നിങ്ങൾക്ക് ഒരു 9 വയസ്സാണ്, അപ്പൊ നിങ്ങൾ എവിടെ ആയിരുന്നു എന്നിന് അവൾ ചോദിക്കുമ്പോഴാണ് അവനും കിം ഞാൻ കൊച്ചിൽ തൊട്ട് എപ്പോഴും എല്ലാ കാര്യത്തിനും പെർഫെക്റ്റ് ആണെന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നത്, അങ്ങനെ ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നിന് അവനും പറയുമ്പോൾ തന്നെ പെട്ടെന്ന് അവളും ചിരിച്ചിട്ട് മിസ്റ്റർ ലീ 9 വയസ്സുള്ളവരെല്ലാരും 2ാം ക്ലാസ്സല്ലേ പഠിക്കുന്നത്, പിന്നെ എങ്ങനെയാ നിങ്ങൾ 4ാം ക്ലാസ്സിൽ പോയ എന്നിന് അവള് കളിയാക്കുമ്പോഴാണ് ഇത് കേട്ട് ലീയും കിം ഞാൻ പറഞ്ഞ സത്യം, എനിക്ക് കൊച്ചിലെ നല്ല ബുദ്ധിയുള്ളതുകൊണ്ട് ടീച്ചേഴ്സ് എല്ലാം എന്നെ 4th ഗ്രേഡിലേക്ക് ചേഞ്ച് ചെയ്ത്, പക്ഷെ അതേ ക്ലാസ്സിൽ എന്റെ ചേട്ടനും പഠിക്കുന്നത്, അങ്ങനെ ഞാൻ ക്ലാസ്സിൽ ചേർന്ന് ആർക്കും ഇഷ്ടപ്പെടാതെ അവിടുത്തെ പിള്ളേരെല്ലാം എന്നെ റാഗ് ചെയ്യുമായിരുന്നു എന്നിന് അവനും പറയുമ്പം ഇത് കേട്ട് അവളും അപ്പോ ലീ നിങ്ങളുടെ ചേട്ടനോ എന്നിന് അവൾ വയ്ക്കുമ്പോഴാണ് അവനും ഓ അവനെ കുറിച്ചൊന്നും സംസാരിക്കണ്ട, അവനൊരു യൂസ്ലെസ്സാ, ഓക്കെ ഈ ടോപ്പിക് ഇട് നമുക്കിനി ബോട്ട് റൈഡിങ്ങിന് പോയാലോ എന്നിന് അവളെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത് എപ്പിസോഡ് എടുത്തിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.